Hello everyone. Welcome to another class. ഇതിൽ ആരെങ്കിലും ഇനി നമ്മുടെ ആപ്പിൽ ലോഗിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ഷുഡ് ലോഗിൻ. ഓക്കെ, കുറെ ക്ലാസ്സസ് നമ്മൾ അതിൽ എടുക്കുന്നത് എല്ലാം കൂടി നമുക്ക് യൂട്യൂബിൽ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി ഫ്രീ. ചാർജസ് ഒന്നുമില്ല. CACT വി ആർ ഡൂയിങ് ആസ് എ ഫ്രീ സർവീസ്. ഓക്കെ, അപ്പോൾ ആപ്പിൽ ആരെങ്കിലും ഇതൊരു ആപ്പ് ക്ലാസ്സിൽ ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് ടു ദ മെസ്സേജ് given below, and you can install the app from Play Store. We will be sharing you the link. Okay. So here class we'll be discussing about regional rural banks and cooperative banks. Okay, RRB and cooperative banks. First നമുക്ക് RRB എടുക്കാം അല്ലെ. RRB, regional rural banks. കേട്ടിട്ടുണ്ടോ അതിന് മുമ്പ് RRB കുറിച്ച്? These are all government owned banks. ആണ് RRB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗവൺമെന്റ് ഓൺഡ് ആണ്. മെയിൻലി ടു പ്രൊവൈഡ് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ ബാങ്കിങ് കൊടുക്കാൻ ആണ് ആദ്യം. ദിസ് മെയിൻലി ടു ഹെൽപ്പ് ഫാമേഴ്സ്, അഗ്രികൾച്ചർ വർക്കേഴ്സ്, സ്മോൾ ബിസിനസ്, റൂറൽ ആർട്ടിസൻസ്, വില്ലേജസ് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RRBs വന്നത്. RRBs സ്പെഷ്യൽ ബാങ്ക്സ് ക്രിയേറ്റഡ് ഫോർ വില്ലേജസ് ആൻഡ് റൂറൽ എക്കണോമി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു ഫാർമർ ഇൻ എ വില്ലേജ് ഹി നീഡ്സ് എ ക്രോപ്പ് ലോൺ, അല്ലെങ്കിൽ ഒരു ട്രാക്ടർ ലോൺ, അല്ലെങ്കിൽ ആൾക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. RRB ക്യാൻ പ്രൊവൈഡ് ദീസ് സർവീസസ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ വേറെ ബാങ്കുകളും ചെയ്യില്ല? എന്തിനാണ് RRB എന്ന് ചോദിച്ചാൽ, റൂറൽ പീപ്പിൾ മുമ്പ് ദിസ് വാസ് RRB വന്നത് 1976 വന്നത്. ആ സമയത്തൊക്കെ ഇന്ത്യയിലൊക്കെ ഒരുപാട് ഈ മണി ലെൻഡേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വട്ടപ്പലിശക്കാര്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കടകളിലൊക്കെ പോയി വൈകുന്നേരം ഡെയിലി കളക്ഷൻ തിരിച്ചു കൊടുക്കുന്ന ഒരു പാരലൽ ബാങ്കിങ് സെറ്റപ്പിൽ നടത്തുന്ന ആൾക്കാർ, മണി ലെൻഡേഴ്സ്. മാടമ്പി എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടല്ലോ മോഹൻലാലിന്റെ പണ്ട്, അതിൽ മോഹൻലാൽ ഒരു മണി ലെൻഡർ ആയിട്ട് അല്ലെ, ആ രീതിയിലുള്ള മണി ലെൻഡേഴ്സ് ഒരുപാട് ഉള്ള നാടായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ മണി ലെൻഡേഴ്സ് വളരെ ഹൈ ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്തിരുന്നത്. സോ അവർ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് RRB എന്ന ഒരു കൺസെപ്റ്റ് രൂപം കൊണ്ടത്. ഇപ്പോൾ ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ വില്ലേജസ് അന്ന് വളരെ പൂവറായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വില്ലേജസിലുള്ള ആൾക്കാർ അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് മണി ലെൻഡേഴ്സ് ആയിരുന്നു. മണി ലെൻഡേഴ്സ് അവര് ഇൻ റിട്ടേൺ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വെച്ചിട്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് RRB എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ഗവൺമെന്റിന് റൂറൽ ഡെവലപ്മെന്റ് വേണമായിരുന്നു, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ വേണമായിരുന്നു, ചീപ്പ് അഗ്രികൾച്ചർ ലോൺസ് കൊടുക്കണമായിരുന്നു. സോ ഇതെല്ലാം കൊണ്ടാണ് RRB രൂപീകരിക്കപ്പെട്ടത്. RRB രൂപീകരിക്കപ്പെട്ടത് it was under the RRB Act 1976. It was established under the RRB Act 1976. Okay, this was based on the recommendation of Narasimham Committee. നരസിംഹം കമ്മിറ്റിയാണ് ഈ ഒരു RRBയുടെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്തത്. നരസിംഹം കമ്മിറ്റി. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ആക്ച്വലി ഒരുപാട് RRBs ഉണ്ട്. പല പല സ്റ്റേറ്റിൽ പല പല RRBs ഉണ്ടായിരുന്നു. മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ 2-3 RRBs ഒക്കെ ഉണ്ട്. ബട്ട് ആസ് ഓഫ് നൗ ഒരു സ്റ്റേറ്റിൽ ഒരു RRB ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം ഫോം ചെയ്ത RRB എന്ന് പറയുന്നത്, ഫസ്റ്റ് RRB വാസ് Prathama Bank. Prathama Bank was the first regional rural bank in India. Prathama Bank. And this was related to Uttar Pradesh. Uttar Pradeshിലായിരുന്നു ഇതിന്റെ. കേരളത്തിലെ RRB ഏതാ? കേരളത്തിൽ വി ഹാവ് വൺ RRB. നിങ്ങൾക്കറിയില്ല, കേരള ഗ്രാമീണ ബാങ്ക് എന്നൊരു ബാങ്ക് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഓൾമോസ്റ്റ് 600 കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവും. ഒരു ബ്ലൂ കളർ ബോർഡ് വെച്ചിട്ട് ബാങ്കാണ്. അതാണ് കേരളത്തിലുള്ള RRB. ഇപ്പൊ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ RRB നിലയ്ക്കാവുള്ളത്. പണ്ട് 1-2 കേരളത്തിലും 2 RRBs ഉണ്ടായിരുന്നു. സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് ആൻഡ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് നമുക്ക് 2 RRB ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടി മേർജ് ചെയ്തിട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2013 കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിക്കപ്പെട്ടു. ദാറ്റ് ഈസ് ആൻ RRB. ഈ കേരളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ആയിട്ടുള്ള RRB ആണ് കേരള ഗ്രാമീണ ബാങ്ക്. ഓക്കെ, ഇനി ഈ RRBകളുടെ ഓണർഷിപ്പ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് അതിന്റെ ഓണേഴ്സ് എന്ന് നോക്കാം. RRBകളുടെ ഓണേഴ്സ് വന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ്. 3 ഓണേഴ്സ് ആണ് ഒരു RRBക്കുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ദെൻ ദർ ഇസ് എ സ്പോൺസർ ബാങ്ക്, അതായത് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും.
ഒരു സ്പോൺസർ ബാങ്ക് ആയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലുള്ള കേരള ഗ്രാമീണ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കാണ്. അതേപോലെ ഓരോന്നും ടു ബി ഡിഫറെന്റ്. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത് മൂന്നുമാണ് ഒരു റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഓണർഷിപ്പ്. ഇവര് 3 പേര് കയ്യിലാണ് ഉള്ളത്. ഓണർഷിപ്പിന്റെ പെർസെന്റേജ് കണക്കെടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ 50% ഷെയർസ് ഉണ്ട്, സ്പോൺസർ ബാങ്കിന്റെ ഒരു 35 ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു 15%. സ്പോൺസർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബാങ്ക്, ഒരു കാനറ ബാങ്ക്, SBI പോലത്തുള്ള ബാങ്കുകളായിരിക്കും ഈ ഓരോ സംസ്ഥാനത്തുള്ള ഓരോ ഒരു റീജിയണൽ റൂറൽ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക് ആയിട്ട് വരുന്നത്. ഇപ്പൊ കേരളത്തിലുള്ള കേരള ഗ്രാമീണ ബാങ്ക് ഇത് സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കാണ് ആ രീതിയിൽ. ഓക്കെ, sponsor bank can be a major commercial bank that supports RRB. ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് RRB വി ഓൾറെഡി ഡിസ്കസ്ഡ് അല്ലെ. റൂറൽ ബാങ്കിങ്, അതേപോലെ അഗ്രികൾച്ചർ ക്രെഡിറ്റ്, റൂറൽ ഡെവലപ്മെന്റ്. RRB സാധാരണ ബാങ്ക് പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ പലിശ കിട്ടാനാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ലോൺസും എടുക്കാൻ പറ്റും. അതേപോലെ RRB ഗവൺമെന്റ് സ്കീമുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ കുറെ പെൻഷൻ കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ നമുക്ക് സീനിയർ സിറ്റിസൺ പെൻഷൻ കിട്ടുന്നത്. അങ്ങനത്തെ എല്ലാ പെൻഷനുകളും RRBയിലുള്ള റീജിയണൽ റൂറൽ ബാങ്കിലൂടെ അക്കൗണ്ടിലേക്ക് വരുവാനും കഴിയും. മറ്റു ബാങ്കുകളിൽ കഴിയുന്ന പോലെ തന്നെ RRBയിലൂടെയും കസ്റ്റമർ ഇതിന്റെ ബെനിഫിഷ്യറീസിന് എത്തിക്കാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ ATM കാർഡ് കൊടുക്കാൻ പറ്റും RRBക്ക്. അതേപോലെ മൊബൈൽ ബാങ്കിങ്, ഇപ്പോൾ RRBs ആർ പ്രൊവൈഡിങ് മൊബൈൽ ബാങ്കിങ്, UPI, ഇന്റർനെറ്റ് ബാങ്കിങ്, ലോക്കർ ഫെസിലിറ്റീസ്, ഇതെല്ലാം സാധാരണ ഒരു ബാങ്ക് കൊടുക്കുന്ന പോലെ RRBക്കും കൊടുക്കാൻ കഴിയും. ഓക്കെ, RRBs കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ചെറിയ ബിസിനസ്സുകളും പുതിയതായിട്ട് റൂറൽ ഏരിയയിൽ വരുന്ന പുതിയ എന്റർപ്രണേഴ്സിനൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലെ സിനാരിയോസ് ഡിഫറെന്റ്. കേരളത്തിലെ റൂറൽ ഏരിയ എന്ന് പറയുന്നത് ഇല്ല, കൂടുതൽ സെമി അർബനും അർബനുമാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യക്ഷത്തില് ഒരു RRB ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇവിടുത്തെ RRB എന്ന കേരള ഗ്രാമീണ ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് മറ്റേതൊരു കാനറ ബാങ്കോ സ്റ്റേറ്റ് ബാങ്കോ ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. അവർ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഫംഗ്ഷൻ, ചെറിയ വ്യത്യാസത്തോടുകൂടിയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. RRBയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റൂറൽ എക്കണോമി ഗ്രോ ചെയ്യാൻ വേണ്ടി RRB ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മണി ലെൻഡേഴ്സിന്റെ നിന്ന് സാധാരണക്കാരനെ രക്ഷിക്കുക എന്നുള്ളതും ഒരു RRBയുടെ ഒരു ഇമ്പോർട്ടൻസിൽ വന്നാണ്. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, കൂടുതൽ ബ്രാഞ്ചസും റൂറൽ ഏരിയയിലേക്ക് ആയതുകൊണ്ട് തന്നെ അവർ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനും കൂടുതൽ ആളുകളിലേക്ക് ബാങ്കിങ് സേവനം എത്തിക്കാനും ഈ ഒരു RRB സഹായിച്ചിട്ടുണ്ട്. ഈ RRBയിൽ ഈ അടുത്ത് വന്ന ഒരു ചേഞ്ച് ആണ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കൺസോളിഡേറ്റിംഗ് ഓഫ് RRBs നടന്നു. അതായത് ഒരു സ്റ്റേറ്റിൽ 2-3 RRBs ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടി മെർജ് ചെയ്തിട്ട് ഒരൊറ്റ RRB ആക്കി മാറ്റി. ഓക്കെ, ഇത്രയൊക്കെയാണ് RRBനെ കുറിച്ച്, റീജിയണൽ റൂറൽ ബാങ്ക്സിനെ കുറിച്ച് പറയാനുള്ളത്. വി ക്യാൻ ഗോ ത്രൂ ദാറ്റ് ഇൻ യുവർ മോഡ്യൂൾ ബുക്ക്. ഇനി നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് നോക്കാം. Cooperative banks. So what is a cooperative bank? A cooperative bank എന്ന് പറഞ്ഞാൽ it is formed on the cooperative principles and owned by its members. അതിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ കുറെ മെമ്പേഴ്സ് ഉണ്ടാവും, ABCD എന്ന് പറഞ്ഞിട്ട് കുറെ മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഒരാള് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഈ പെർട്ടിക്കുലർ കോപ്പറേറ്റീവ് ബാങ്കിന് മെമ്പർ അല്ലാന്ന് വെക്കുക, അയാൾക്ക് ഒരിക്കലും കോപ്പറേറ്റീവ് ബാങ്കിന് ലോൺ കൊടുക്കാൻ പറ്റില്ല. കോപ്പറേറ്റീവ് ബാങ്ക് അവർക്ക് ലോൺ കൊടുക്കുന്നെങ്കിൽ അതിലെ മെമ്പേഴ്സിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതിന്റെ ഓണേഴ്സ്, മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഷെയർ ഉണ്ടാവും, ഓണേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇതിലെന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് വരും, അവരുടെ മണി അതിൽ പൂൾ ചെയ്യും, ഒരു ബാങ്ക് ഫോം ചെയ്യും, എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ആർക്കെങ്കിലും ഫൈനാൻഷ്യലി വേണമെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി? ഇപ്പൊ ABCDEFG എന്ന് വേണ്ടി കുറച്ച് ആൾക്കാർ, അവരിൽ പൈസ ഉള്ള ആൾക്കാർക്ക് അവരിൽ പൈസ ഇടും, പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക്, മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലെൻഡ് ചെയ്യാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് ഫോർ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് രീതിയിൽ. ഒരു ഉദാഹരണം പറയുന്നത്, ഒരു ഫാമേഴ്സ് ഒരു ഏരിയയിൽ അവരൊരു ഫാമേഴ്സ് ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തു. ഇതിനെന്ത് ചെയ്യും, അവരിൽ ഉള്ളിൽ തന്നെ ഡെപ്പോസിറ്റ് സ്വീകരിക്കും, അതിന് മെമ്പേഴ്സിന് തന്നെ ലോണും കൊടുക്കും. ഓക്കെ, ഇത് ഫോളോ ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്.
cooperatives. ഓക്കെ, ഇതാണ് കോപ്പറേറ്റീവ് ഫോളോ ചെയ്യുന്ന ആക്ട്. ഈ ആക്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ദിസ് ആക്ട് എൻകറേജസ് ആക്ച്വലി റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അഗ്രികൾച്ചർ ഫൈനാൻസസ്, കോപ്പറേഷൻ അമംഗ് വില്ലേജസ്, അതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെമ്പർ ഓൺ. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർ ഓണേഴ്സ് തന്നെയാണ്. മെമ്പേഴ്സിന് മാത്രമായിട്ട് കസ്റ്റമേഴ്സ് വെക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. ഓൾസോ ഇറ്റ് ഹാസ് എ റൂറൽ ഫോക്കസ്, അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ ബിസിനസ്സസ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും ലോണിന്, അഫോർഡബിൾ ക്രെഡിറ്റ് ആയിരിക്കും കൊടുക്കുന്നത് കമ്പയർഡ് ടു മണി ലെൻഡേഴ്സ്. ഓക്കെ, ഇനി കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. നാല് ടൈപ്പാണ് ഇവിടെ നിങ്ങൾക്ക് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡിസ്ട്രിക്ട് ലെവലിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അവര് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാവുമല്ലോ, സർവീസ് സഹകരണ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവും. അവർക്ക് ലോൺസ് കൊടുക്കുന്നതാണ് ഈ മെയിൻ ആയിട്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതായത് വില്ലേജ് സൊസൈറ്റീസ്, ഓരോ വില്ലേജ് ലെവലിൽ ഓരോ സൊസൈറ്റീസ് ഒക്കെ ഉണ്ടാവും, ഒരു പ്രൈമറി സൊസൈറ്റി. അവർക്കൊക്കെ ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ലോൺ കൊടുക്കുക. ദാറ്റ് ഈസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡിസ്ട്രിക്ട് ലെവലിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇതാണ് ഏറ്റവും ടോപ്പ് ഓഫ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. അപ്പൊ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവര് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഫൈനാൻസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റത്തിനെ ത്രൂ ഔട്ട് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യും. ഇതാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ. ഡിസ്ട്രിക്ട് ലെവൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൈമറി വില്ലേജ് സൊസൈറ്റീസ് ഫൈനാൻസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു നമ്മുടെ നേരത്തെ. അതേപോലെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ഫൈനാൻസ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ദീസ് ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇവരെന്ത് ചെയ്യും? ദേ ഫൈനാൻസ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ഓൾസോ ദീസ് ഒരു കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റത്തിന്റെ കോർഡിനേഷൻ ഇവരാണ് ചെയ്യുക. അതിന് നേരെ നടത്തി കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനാണ് ഉള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇതെന്ന് പറയുന്നത് ദിസ് ഒരു അർബൻ ആൻഡ് സെമി അർബൻ ഏരിയാസിലാണ് ഇത് മെയിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു സാധാരണ പോലെ തന്നെ ഹൗസിംഗ് ലോൺസ്, അതേപോലെ സ്മോൾ ബിസിനസ് ലോൺസ്, ഡെപ്പോസിറ്റ് സ്വീകരിക്കും, അങ്ങനെയൊക്കെ ചെയ്ത് പ്രവർത്തി. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ കേട്ടില്ല നമ്മുടെ നാട്ടിൽ, അതൊക്കെയാണ് അത് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് പറഞ്ഞാൽ സെമി അർബൻ ഏരിയാസിലും അർബൻ ഏരിയാസിലാണ് നോർമൽ ബാങ്ക്സിനെ പോലെ ഡെപ്പോസിറ്റ് സ്വീകരിക്കും, ഹൗസിംഗ് ലോൺ കൊടുക്കും, ചെറിയ ബിസിനസ് ലോൺ കൊടുക്കും, അങ്ങനെയൊക്കെ ഇത് മുന്നോട്ട് പോകുന്നു. പിന്നെ നാലാമത്തെ ആണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഇവരെന്താ ചെയ്യുക വെച്ചാൽ ലോങ് ടേം അഗ്രികൾച്ചർ ലോൺസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് ഇപ്പൊ ഒരു ഫാർമറിന് ഇറിഗേഷൻ റിലേറ്റഡ് ലാൻഡ് ഇംപ്രൂവ്മെന്റ്, ട്രാക്ടർ പർച്ചേസ് ഒക്കെ വേണമെങ്കിൽ ഇവരെ സമീപിക്കാം. ഇവരൊക്കെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഹെൽപ്സ് ഇൻ ദിസ്. ഓക്കെ, സോ ദർ ആസ് എ പ്രൈമറി ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് സെൻട്രൽ ലെവൽ, ഈ രീതിയിലാണ്. ഓക്കെ, ഈ ഇവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡാണ് ഈ കോപ്പറേറ്റീവ് ഇതിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത്. നമ്മുടെ RBI നേരത്തെ ചെയ്ത പോലെ ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ മെയിൻ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡിന്റെ ഫുൾ ഫോം വന്നിട്ട് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ
and Rural Development. ഇത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ RRBനെയും കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. യു ക്യാൻ ഗോ ത്രൂ വാട്ട് ഐ ഹാവ് സെഡ് ഇൻ യുവർ മോഡ്യൂൾ ബുക്ക്, സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. താങ്ക് യു.